അപ്പോൾ എറണാകുളത്ത് ബ്രോഡ്വേയിലൊന്ന് പോയിരുന്നു. ബ്രോഡ്വേയിൽ നിന്ന് കുറച്ച് എൻ്റെ സ്റ്റിച്ചിങ്ങായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംഗതികൾ കണ്ടു. ഒരുപാട് സാധനങ്ങളുണ്ട്. എറണാകുളത്തൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോരാൻ തോന്നില്ല എന്നതാണ് സത്യം. അപ്പോൾ ഞാൻ വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ് ഈ ബാഗിൻ്റെ അകത്ത്. അപ്പോൾ ഞങ്ങൾക്കൊന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. ഓരോ ഷോപ്പുകളിൽ നിന്നായിട്ട് വാങ്ങിയത് ഓരോരോ കവറിലാക്കി ആ കവറുകൾ അങ്ങനെ തന്നെ എടുത്തതിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഇതൊക്കെ ലേസ് ഇങ്ങനെ ആ ഷോപ്പിലൊക്കെ അവിടെയൊക്കെ ഇത് ഇങ്ങനെ ബൾക്കായിട്ട് തന്നെ കിട്ടുള്ളൂ കേട്ടോ. കട്ട് ചെയ്തിട്ടുള്ള മീറ്റർ കണക്കിലൊന്നും കിട്ടൂല. ഇതിന് മീറ്ററിന് 190 എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് അതേപോലെ തന്നെ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ കൂടുതൽ ഈ ഫുൾ ക്വാണ്ടിറ്റി ആയിട്ട് മാത്രമേ കിട്ടുള്ളൂ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് വാങ്ങിയിട്ടുള്ള സ്വീക്വൻസാണ്. നമ്മൾ കുഞ്ഞു ഡ്രസ്സുകൾക്കും ഷോളൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റണ സ്വീക്വൻസാണ്. നല്ല ഒരു ഫ്ലവർ ഷേപ്പ്, ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ക്രീമാണിത്. ഇതും ഒരു കുഞ്ഞു ഫ്ലവർ ഷേപ്പാണ്. ഇതൊക്കെ നടുവിൽ നമുക്ക് ബീഡ്സ് കൊടുത്തിട്ട് ചെയ്യാവുന്ന സ്വീക്വൻസാണ്. ഇത് പിന്നെ ഹാങ്ങിങ്സ് ഷോളിൻ്റെ അറ്റത്ത് ഇപ്പം ബ്രൈഡൽ ബ്ലൗസുകളില്ലേ അതിൻ്റെ അറ്റത്തൊക്കെ കൊടുക്കുന്നില്ലേ കയ്യിലൊക്കെ, ഇപ്പോൾ നമ്മളെ ഗൗണ് അതിനൊക്കെ താഴെ ഭാഗത്ത് സ്കേർട്ടിലൊക്കെ താഴെ ഭാഗത്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. ഇതൊക്കെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഓരോന്ന് അതായത് ഞങ്ങളിങ്ങനെ പർച്ചേസിന് പോകുന്ന സമയത്ത് ഒരു ഒന്ന് രണ്ട് വലിയ ബാഗ് എടുത്ത് വെക്കും. എന്നിട്ട് ഇങ്ങനെ വാങ്ങണ അതാത് സ്ഥലത്തു നിന്ന് അങ്ങനെ ബാഗിലാക്കി വെക്കുക ചെയ്യുക, അല്ലെങ്കിൽ മിസ്സായി പോണത് കൊണ്ടേ. ഇത് പിന്നെ എലാസ്റ്റിക് 4 ഇഞ്ച് എലാസ്റ്റിക്. ഇത് 70 രൂപക്കാണ് എനിക്ക് കിട്ടിയത്. 4 ഇഞ്ച് എലാസ്റ്റിക്കും 1/2 ഇഞ്ച് എലാസ്റ്റിക്കും ഒക്കെ. പിന്നെ ബാഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിബാണ് ഇതിട്ട്. ഇത് മീറ്റർ കണക്കിന് മുറിച്ച് വാങ്ങുന്നതാണ്. അതിൻ്റെ റണ്ണറും മീറ്റർ കണക്കിന് വാങ്ങി ആവശ്യത്തുള്ള അനുസരിച്ചിട്ടുള്ള ഈ റണ്ണറും വാങ്ങിയാൽ മതി. ഇപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ കോർത്ത് കൊടുക്കുമല്ലോ, ഇതുമ്പോൾ ഫിക്സ്ഡ് അല്ല. അപ്പോൾ എത്ര വേണമെങ്കിലും 10, 20, 25 മീറ്ററൊക്കെ കിട്ടും. ഞാനൊരു 4 മീറ്റർ വാങ്ങിയതാണ് അതിൻ്റെ റണ്ണറ്. പിന്നെ അടുത്തത് എനിക്ക് അവിടെ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ തന്നെ നിൽക്കാൻ തോന്നുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ എൻ്റെത്. അത്രയും ഐറ്റംസ് ഉണ്ട്. ഇത് ഷുഗർ ബീഡിൽ തന്നെ ആൻറ്റി കളർ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട്. ഞാനൊരു കോമൺ കളറായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് 80 രൂപക്കാണ് കേട്ടോ ഈ ഒരു പാക്ക് എനിക്ക് കിട്ടിയത്. ഇത് അതുപോലെ തന്നെ 60 രൂപക്കാണ് ഈ ഒരു ബഞ്ച്, ഇത്രയും ഉള്ള ബഞ്ച് കിട്ടിയിട്ടുള്ളത്. അവിടെ ഓരോ ഷോപ്പിലും ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ നല്ല വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ബ്രോഡ്വേ എന്ന് പറഞ്ഞാൽ പിന്നെ കൂടുതലും ഇങ്ങനത്തെ ഐറ്റംസ്, സ്റ്റിച്ചിങ് മാത്രമല്ല ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളും എല്ലാം ഒരുപാടുള്ളതാണ്. അപ്പം നമ്മളിങ്ങനെ കയറി പോകുമ്പോഴാണ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാവുക. അത്യാവശ്യമൊക്കെ എല്ലാ സ്ഥലത്തും ഒട്ടുമുക്കാൽ സ്ഥലത്തും ഉള്ളത് ഹോൾസെയിൽ ആയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ബൾക്കായിട്ട് മാത്രം കിട്ടുന്ന രൂപത്തിലാണ്. കുഞ്ഞു കുഞ്ഞു പാക്കുകൾ അവിടെ അവരാക്കി വെച്ചതുണ്ട് കിട്ടുന്നല്ലാതെ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് തരണം എന്ന് പറഞ്ഞാലും കിട്ടുന്നത് അത് വളരെ 1-2 ഷോപ്പിൽ മാത്രമേ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ പോലെ 80, 120 ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ലേസ് വാങ്ങി. ഇതൊന്നും കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഏതായാലും നമുക്കിവിടെ മീറ്റർ കണക്കിന് മുറിച്ച് വാങ്ങുമ്പോൾ ഇതിനേക്കാളും റേറ്റിൽ വ്യത്യാസമുണ്ട് ബൾക്കായിട്ട് എടുക്കുമ്പം. പിന്നെ അതേപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡ്സാണ്. ഇതൊക്കെ നമുക്ക് ഡ്രസ്സിൽ ചെയ്യാൻ പിന്നെ ഹാങ്ങിങ് ആയിട്ടും ഒരു സെൻറ്ററിൽ ഇതൊരെണ്ണം കൊടുത്തതിന് ചുറ്റും ഇതേപോലുള്ള ഷുഗർ ബീഡ്സൊക്കെ കൊടുത്തിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ്. ഏതോ ഒന്നിൻ്റെ പൊട്ടിപ്പോയിട്ടുണ്ട്, കുറച്ച് ബീഡ്സ് നിലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ലേസ് ഇത് ഇങ്ങനെ തന്നെ കിട്ടുന്നത്. ഇതിന് 300 രൂപയാണ്
വന്നിട്ടുള്ളത് കേട്ടോ. 9 മീറ്ററാണ് ഇതുണ്ടാവുക. ഇതിൻ്റെ കളേഴ്സും ഉണ്ട്, പക്ഷെ കോമൺ കളർ ബ്ലാക്ക് മാത്രം വാങ്ങിയതാണ്. വൈറ്റ് നമ്മൾ വേറെ ത്രെഡിൽ വാങ്ങിയതുകൊണ്ട് വാങ്ങിയില്ല. ഇതൊക്കെ ഷോളിൻ്റെ അറ്റത്തൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. ഫേസിലേക്ക് വരുന്ന ഭാഗത്താണെങ്കിൽ ഇതിനൊരു ബ്ലാക്കിൽ തന്നെ സ്വീക്വൻസും കൂടി വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വാങ്ങിയ വേറൊരു ലേസാണ്. നമുക്ക് ജോയിൻറ്റ് ലേസ്, അതായത് ഷോൾ 2 പീസസിൻ്റെ ഇടയിൽ ജോയിൻ്റ് ആക്കാനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ലേസ് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. അതിൻ്റെ ഈ 2 അറ്റങ്ങളും കണ്ടില്ലേ, വീതി ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇത് മാത്രം കാണും. ആ ഗ്യാപ്പിൽ ഇതിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ വാങ്ങിയത് കുറച്ച് ഷോളിനും ഡ്രസ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഹാങ്ങിങ്സ്. ഇത് എനിക്ക് ഈ ഷോപ്പിൽ നിന്ന്, ഇത് വാങ്ങിയ ഷോപ്പിൽ നിന്ന് തൂക്കി തന്നെ തന്നിട്ട് അവർ 100 ഗ്രാം അവിടെ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഈ ഒരു സീക്വൻസ് ഇത് 50 ഗ്രാമാണ്. 50 ഗ്രാമിന് 70 രൂപയോ. 50 ഗ്രാം സീക്വൻസൊക്കെ ഒരുപാടുണ്ടാവും. സീക്വൻസ് തന്നെ വെയിറ്റ് ഇല്ലാത്ത സാധനമാണല്ലോ. പിന്നെ അതേപോലെ തന്നെ ആങ്കർ ത്രെഡ് ഞാൻ വാങ്ങി 2-3. ഇതൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്, വേറെ ഷോപ്പിൽ നിന്നും കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ആങ്കർ ത്രെഡ് ഒരു പീസിന് എടുക്കുമ്പോൾ 10 രൂപയ്ക്കാണ് കിട്ടുക. പക്ഷേ അവിടെ ഹോൾസെയിൽ ഷോപ്പിൽ ഇങ്ങനെ ഇത് 25 പീസിൻ്റെ ഒരു ബോക്സാണ്. ഈ ഒരു ബോക്സിന് ഒരു ഷോപ്പിൽ നിന്ന് 200 രൂപ പറഞ്ഞിരുന്നു, ഒരു ഷോപ്പിൽ 180 രൂപ, 180 അല്ല 180 രൂപ പറഞ്ഞു. ഇത് ഞാൻ കുറേ ആയി, ഞാനിപ്പോൾ കോഴിക്കോട് ഞാൻ സ്ഥിരമായിട്ട് വാങ്ങുന്നുണ്ടായിരുന്ന ഷോപ്പിൽ ഇപ്പോൾ കിട്ടുന്നില്ല, അവർ അതൊക്കെ നിർത്തി വെച്ചെന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളർ തിരഞ്ഞ് ഞാൻ കുറേ നടന്നിരുന്നു. എനിക്കിപ്പോൾ അവിടെ ബ്രോഡ്വേ നിന്നാണ് ഇത് കിട്ടിയത്. ഇതെന്താ നോക്കട്ടെ, വാങ്ങി വെച്ചിട്ട് എനിക്ക് തന്നെ ഓർമ്മയില്ല എന്താണ്. ഇത് ഇതേപോലെ തന്നെ ഹാങ്ങിങ്ങിന് ഉപയോഗിക്കുന്ന ക്രിസ്റ്റൽ ബീഡാണ്. ഒരു എന്താ പറയുക, വാട്ടർ ഡ്രോപ്സ്, വെള്ളത്തുള്ളീൻ്റെ ഒക്കെ ആ ഒരു ഷേപ്പാണ്. ഡ്രസ്സിലും പിന്നെ ഷോളിലും ഒക്കെ വെക്കാൻ പറ്റണേ. ഇത് പിന്നെ ഇതേപോലെ തന്നെ ഒരു പീസിന് 40 രൂപയോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. ഞാൻ 5 പീസാണ് എടുത്തത്. പിന്നെ വരുന്നത് തീർന്നോളൂ. ഇത് വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ആങ്കർ ത്രെഡുകൾ തന്നെയാണ്. ആങ്കർ ത്രെഡിൽ ഇത് ഡബിൾ ഷെയ്ഡ് വരുന്ന ത്രെഡാണ്. ഞാൻ ഇപ്പോൾ അടുത്തായിട്ട് ആങ്കർ ത്രെഡ് കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, കാരണം കിട്ടാത്തതും അതിന് ഇരിക്കാൻ സമയം കിട്ടാത്തത്. ഇപ്പോൾ ഈ ഷെയ്ഡൊക്കെ കിട്ടിയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിൻ്റെ വീഡിയോസ് കിട്ടണം. മുമ്പൊക്കെ കുറേ വീഡിയോസിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതിൽ ഡബിൾ ഷെയ്ഡിലൊക്കെ ഉള്ള ഈ ഷെയ്ഡിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഓർമ്മയില്ല സിജു എൻ്റെ ഡ്രസ്സിൽ ചെയ്ത് അത് ഈ ഒരു കളറിലായിരുന്നു, ഡബിൾ ഷെയ്ഡ്. ആ ഗ്രീനും പിസ്ത കളറുള്ള അത്, പിന്നെ ഈ ഒരു മജന്ത കളറ്, ഗ്രീന് നമ്മൾ സാധാ പണ്ട് എടുക്കുന്ന ഗ്രീനേക്കാണ് ഇപ്പോൾ ഈ ഒരു ഗ്രീനാണല്ലോ ഡ്രസ്സിൽ കാണുമ്പോൾ ഒരു ഭംഗിയുള്ളത്. ഒരു നമ്മളെ പണ്ടത്തെ തത്തപ്പച്ചനേക്കാണൊക്കെ ഭംഗി ഇപ്പോൾ വരുന്നത്. ഇതും അതേപോലെ തന്നെ ഒരു ഓറഞ്ചിൻ്റെ ഡബിൾ ഷെയ്ഡ്, ഓറഞ്ച് ആൻഡ് യെല്ലോ. ഫുൾ പാക്ക് എടുക്കുമ്പോഴാണ് മെച്ചം ഉള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഞാനെല്ലാം ഫുൾ പാക്ക് തന്നെ എടുത്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് ചെയ്ത് പോകുമ്പോൾ നല്ലോണം വേണ്ടി വരും. ഒരു ഫുൾ ഷോളിലൊക്കെ ചെയ്യുമ്പോൾ വേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ഒന്നായിട്ട് അങ്ങോട്ടേക്ക് എടുത്തതാണ്. ഇത് അതേപോലെ തന്നെ നല്ലൊരു ലേസാണ്. ഷോളിൻ്റെ അറ്റത്ത് പ്ലെയിൻ ബ്ലാക്ക് ചുരിദാറൊക്കെ ആകുമ്പോൾ ഒന്നും വേണ്ട വർക്കിന്. ഇത് അറ്റത്ത് സ്ലീവിൻ്റെ അറ്റത്തും ഷോളിന് കംപ്ലീറ്റ് ആയിട്ട് ഈ വർക്ക് കൊടുത്ത്, അംബർല ആണെങ്കിൽ അംബർലേൻ്റെ താഴെയും കൊടുത്തു കഴിഞ്ഞാൽ നൈറ്റ് പാർട്ടിക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഈ ബ്ലാക്ക് സീക്വൻസിന് പ്രത്യേക ഒരു തിളക്കാണല്ലോ. പിന്നെ കുറച്ച് ത്രെഡ് വാങ്ങിയത് ഞാൻ പിന്നെ ആരി വർക്ക് കുറച്ച് പഠിച്ചിട്ടുണ്ട്. ബാക്കി എനിക്ക് പഠിക്കണം, സ്വന്തം തന്നെ പഠിക്കണം എന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതും പിന്നെ അതിൻ്റെ ആരി സ്റ്റാൻഡൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അതിൻ്റെ കൂടെ ഇത് അവിടെ നല്ല റേറ്റ് കുറവ്, 70 രൂപക്കാണ് എനിക്കിത് കിട്ടിയത്. ഓരോന്നും കിട്ടിയത് 70 രൂപക്കാണ്. പിന്നെ ഇത് അതേപോലെ തന്നെ സീക്വൻസ്, ഇത് ഞാൻ തൂക്കി തന്നെ വാങ്ങിയതാണ്.
അവിടെ വലിയ പാക്ക്, അതായത് 1 kg ഒക്കെ പാക്കാണ് ഉണ്ടായിരുന്നത്. 1 kg ഒക്കെ പാക്ക് കൊണ്ട് നമുക്ക് എത്ര കാലം നിന്നാലും നമ്മൾ പുറത്തേക്കൊന്നും അങ്ങനെ ചെയ്ത് കൊടുക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ കുറേ വേസ്റ്റ് ആയിപ്പോവും. അപ്പോൾ ഞാൻ 50 ഗ്രാം ഇത് 50 ഗ്രാം വാങ്ങി, ഇതും 50 ഗ്രാം വാങ്ങിയതാണ്. ഇത് നമ്മൾ നേരത്തെ കാണിച്ച ആ വൈറ്റിൻ്റെ ബ്ലാക്ക് ആണ് കേട്ടോ, ക്രിസ്റ്റൽ ബീഡ് തന്നെ. ഈ ബീഡൊന്നും ഒരു കാലത്തും നാശമാവില്ല കേട്ടോ. എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ ആ തിളക്കം ആ പുതുമ അതേപോലെ ഉണ്ടാകും. ഇനിയിപ്പോൾ മണ്ണിൽ കിടന്നിട്ട് എടുത്ത് കഴുകിയാലും ആ ഒരു തിളക്കത്തോടു കൂടി തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഓരോ പാക്കും കൂടി ഇതൊക്കെ 80 രൂപക്കാണ് കിട്ടിയത്. പാക്ക് ബ്ലാക്ക്, പിന്നെ ഒരു പേസ്റ്റൽ ഗ്രീന്. പിന്നെ നമ്മൾ ഇതും കൂടിയാണല്ലേ ഉള്ളത്. ഇത് പിന്നെ ആലുവയിലുള്ളൊരു ഷോപ്പിൽ നിന്നാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ഇൻസ്റ്റയിൽ കണ്ടതായിരുന്നു അതിനെ പറ്റിയിട്ട്, ആ ഷോപ്പിനെ പറ്റിയിട്ടേ. ഇത് ക്യാൻവാസ് തന്നെ, പേപ്പർ ക്യാൻവാസ് പോലെ നമ്മൾ നെക്കിനും സ്ലീവിനും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന, ഭയങ്കര കട്ടിയില്ല. എന്നാൽ ഞാൻ ഇവിടെ കണ്ടതിനേക്കാളും കുറച്ചും കൂടി ഒരു വ്യത്യാസം തോന്നി, അങ്ങനെ വാങ്ങിയതാണ്. മീറ്റർ റേറ്റിൽ തന്നെ, മീറ്റർ കണക്കിൽ തന്നെയാണ് ഇത് മുറിച്ച് വാങ്ങുന്നത് കേട്ടോ. 90 110 എന്തോ ആണ് പറഞ്ഞത്. ഇതും ആങ്കർ ത്രെഡ് എൻ്റെ ആ ഒരു കളറ് കിട്ടിയപ്പോൾ എടുത്തതാണ്. പിന്നെ ഇത് ഫ്യൂസിങ് ടാപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതവിടെ ഷീറ്റായിട്ട് തന്നെ ഉണ്ട്. ഇതിൻ്റെ യൂസ് എന്താണെന്നുള്ളത് ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോ ഇട്ട് തരാം. നമ്മൾ ഡ്രസ്സ് കീറിപ്പോയാലൊക്കെ അതിനെ നമുക്ക് ഒരു വിധം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫ്യൂസിങ് ടാപ്പാണത്, റോളായിട്ട് ആമസോണിലൊക്കെ കിട്ടുന്നുണ്ട്. ഇതിങ്ങനെ ഷീറ്റായിട്ട് നമുക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒക്കെ ഇത് വെച്ചിട്ട്, രണ്ട് സൈഡും ഗമ്മുണ്ട്. അപ്പോൾ ഇടയിൽ ഇത് വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റിക്കായി നിന്നോളൂ. അപ്പം ഡ്രസ്സൊക്കെ തയ്ക്കാൻ നല്ല എളുപ്പമാണ്. ഷീറ്റായിട്ട് ഞാൻ അവരെ ഇതിൽ പേജിൽ കണ്ടപ്പോഴാണ് ഞാനതവിടെ പോയി വാങ്ങിയത്. പിന്നെ ഇതൊക്കെ ഡബിൾ ഷെയ്ഡ് നൂലുകൾ 5 പീസ് മാത്രമാക്കിയിട്ട് എടുത്തതാണ്. ഇതൊക്കെ അത്ര കുറച്ച് കളേഴ്സ് മതി എനിക്ക്. പിന്നെ ഈ ഒരു ബീഡ് നല്ലൊരു കളറാണല്ലോ. ഇത് 95 രൂപക്കാണ് കേട്ടോ അവിടെ നിന്ന് എനിക്ക് കിട്ടിയത്. പിന്നെ ഞാൻ ഒരുപാട് കാലമായിട്ട് തിരഞ്ഞ് നടക്കുന്നതായിരുന്നു ഈ ഒരു സേഫ്റ്റി പിന്ന്. ഈ ഒരു സേഫ്റ്റി പിന്നിന് പ്രത്യേകത എന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ. ഇത് പിന്നെ നമുക്ക് ബ്രൂച്ചൊക്കെ ചെയ്യില്ല, നമ്മൾ എന്താ പറയുക, ബ്രൂച്ച് എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഡ്രസ്സിൽ നമ്മൾ സേഫ്റ്റി പിന്നിൻ്റെ ഉപയോഗം നടക്കും, പക്ഷേ അത് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് പിന്നെ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് വെക്കാം. ഇതേപോലെ ആങ്കർ ത്രെഡ് കൊണ്ടൊക്കെ തുന്നി കഴിഞ്ഞിട്ട് അതിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക, അല്ല തുന്നി പിടിപ്പിക്കുകയൊക്കെ ചെയ്യും. ഇത് ഞാനിനി ചോദിക്കാത്ത കടകളില്ല, പക്ഷേ എനിക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത്. ഞാൻ പിന്നെ കോഴിക്കോടും എല്ലായിടത്തും പറയുമ്പോൾ സംഗതി അവർക്ക് മനസ്സിലാവും, പക്ഷെ അവരുടെ അടുത്തൊന്നും ഇല്ല. ഇത് കൂടുതൽ വാങ്ങുമ്പം നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. അല്ല ഞാൻ പീസ് റേറ്റ് ആകുമ്പോൾ ഒരെണ്ണത്തിന് 2 രൂപ വീതം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അത്ര അധികം നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനൊരു 10 പീസായിട്ട് തന്നെ എടുത്തതാണ്. പിന്നെ അവിടെ നിന്ന് അവരെനിക്ക് കാണിച്ചു തന്നതാണ് ഈ 2 ഐറ്റംസ്. മാർക്കിങ്ങിനുള്ള നമ്മൾ ചോക്ക് എപ്പോഴും പൊടിഞ്ഞു പോകുന്നൊരു പ്രശ്നത്തിന് അതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുമല്ലോ എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുകയായിരുന്നു. ഇതിപ്പം അതേപോലെ തന്നെയുള്ള പെൻസിലാണ്, പക്ഷേ ഇതൊരു മെഴുക് ടൈപ്പ് സാധനമാണ്. അപ്പോൾ ഇത് നമ്മൾ വരച്ചൊക്കെ കഴിഞ്ഞിട്ട് അയൺ ചെയ്യുമ്പം ആ മാർക്ക് അങ്ങോട്ടേക്ക് പോയിക്കോളും. ഇത് നമുക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുമ്പോൾ ഡിസൈൻ വരയ്ക്കുമ്പോൾ പെന്ന് പോലെ തന്നെ, ഞാൻ തുണിയിൽ വരച്ചിട്ട് കാണിച്ചു തരാം, പെന്ന് പോലെ തന്നെ വരയ്ക്കാൻ പറ്റും. അതും പറഞ്ഞ പോലെ വാഷ് ചെയ്ത് അയണൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ട് പോയിക്കോളും, അവിടെ നില നിൽക്കില്ല. അപ്പോൾ ഒന്ന് റെഡും ഒന്ന് വൈറ്റും ആക്കിയിട്ട് വാങ്ങിയതാണ്. 10 രൂപ 15 രൂപയൊക്കെ ആ റേറ്റിലാണുള്ളത് സാധനം വില. പ്രധാനപ്പെട്ട ഞാൻ വാങ്ങിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഇതാണ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കുറേ ആയിട്ട് കിട്ടണം എന്ന് ആഗ്രഹിച്ചൊരു സാധനമാണിത് കേട്ടോ. ചിലർക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. ആരി സ്റ്റാൻഡാണ്, വുഡൻ സ്റ്റാൻഡ്. നമുക്ക് വീട്ടിൽ ഒരുപാട് ഏരിയയിലൊന്നും സ്റ്റാൻഡ് വെക്കാൻ കഴിയില്ലാത്തവർക്ക് നല്ലൊരു യൂസ്ഫുള്ളാണ് കേട്ടോ ഇത്. ഇത് വുഡൻ സ്റ്റാൻഡ് 3 അടിൻ്റെത് എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങിയതാണ്. 700 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില. ഇത് ബ്രോഡ്വേയിൽ തന്നെയുള്ള ന്യൂ സ്റ്റോർ
സൂര്യ ന്യൂസ് സ്റ്റോർ എന്ന് പറഞ്ഞ ഷോപ്പ് അല്ലേ, ആ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് അരി സ്റ്റാൻഡ് കണ്ടിട്ടും വീഡിയോയിലൊക്കെ കണ്ട് പരിചയമുള്ളവർക്ക് ഇതിനെ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ഇതിൽ കയറ് കെട്ടണം, ക്ലോത്ത് സെറ്റ് ചെയ്യണം, എന്നിട്ടൊക്കെയാണ് ഇതിൻ്റെ പണികളൊക്കെ നടക്കുകയുള്ളൂ. അപ്പം നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്കിതാ ഈ ഒരു വലിപ്പം നമുക്കൊരു ബ്ലൗസ് പിന്നെ നെക്ക് അങ്ങനത്തിനൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രം അത്ര സൈസ് ഉണ്ടാവും. നമ്മളെ സ്കേർട്ടിനൊന്നും മാത്രം ഉണ്ടാവില്ല കേട്ടോ. ഇതാ ഈ ഒരു വലുപ്പത്തിൽ വീതിക്കൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ മറ്റേ പീസും കൂടി വന്നിട്ട് ഇത് 700 രൂപക്ക് എന്തായാലും വേർത്താണ്. കാരണം മറ്റേ നമ്മളെ റൗണ്ട് സ്റ്റാൻഡിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറഞ്ഞ ഏരിയ അല്ലേ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇത്രയും ഏരിയയിലേക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൽ അങ്ങോട്ട് ഫിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഊരിയെടുത്താൽ മതിയല്ലോ. പക്ഷേ ഇതൊക്കെ ഫിക്സ് ആക്കി സെറ്റ് ആക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് വാങ്ങിയിട്ടുള്ളത്. ഇപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഭ്രാന്തുള്ള എന്നെപ്പോലുള്ള ആളുകൾക്ക് ഈ വീഡിയോ നല്ല ഇഷ്ടമായി തോന്നും. മാത്രമല്ല കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസും എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.